വേഗം കടത്തിട്ടേ നമ്മൾ ചെയ്ത് കുട്ടികളില്ലല്ലോ എക്സാമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വാട്ടർമെലൺ സാൻഡ്വിച്ച്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ വേനൽക്കാലത്ത് ട്രെൻഡിങ് ആകാൻ പോകുന്ന ഹെൽത്തി സാൻഡ്വിച്ച് ആണ് നമ്മുടെ വാട്ടർമെലൺ സാൻഡ്വിച്ച് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കുറച്ച് പണികളുണ്ട്, അധികം പണികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വാട്ടർമെലൺ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നോക്കാം. കനോട്ടത് ഓക്കെ, തണ്ണിമത്തൻ മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ ചെറിയ പണികളുണ്ട്. ഇതല്ല, ഇതുപോലെ സാധനം വയ്ക്കുക, കറക്റ്റ് റൗണ്ട് വയ്ക്കുക, കട്ട് ചെയ്യുക. അങ്ങനെ സാൻഡ്വിച്ചിൻ്റെ ഒരു ഷേപ്പായി നമുക്ക് കിട്ടും. ഇതല്ല, ഇതിങ്ങനെ വയ്ക്കുക. ഇതിൽ ഒരു പീസ് കിട്ടുമ്പോൾ നമുക്ക് വേറെ ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ട് അടുത്ത പീസ് എടുത്ത് വയ്ക്കുക, കറക്റ്റ് റൗണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ തള്ളുക. സാൻഡ്വിച്ച് സാധനം വളരെ അതിന് കറക്റ്റ് അല്ലേ? നമുക്ക് ഇതുകൊണ്ട് വേറെ പരിപാടിയുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് അല്ലേ? വേസ്റ്റ് ഒന്നും കിട്ടാ, ഇതൊക്കെ നമുക്ക് വളമാണ്. ഇനി നമുക്ക് ഇതിനെ സാൻഡ്വിച്ച് ആക്കാം. ആദ്യം ഒന്നെടുത്ത് മൂടി വയ്ക്കുക. ഇനി നമുക്ക് ചീസ്, ഇതല്ല ചീസ്, വാവ്, ഒന്നാം തരം ചീസ് ഇതാ. ചീസിന് അങ്ങനെ വെക്കുക. നമുക്കൊരു പുതിയ ഇങ്ങനെ വെക്കുക. നമ്മുടെ അടുത്ത സാൻഡ്വിച്ച് വെക്കുക, അങ്ങനെ വെക്കുക. ഓക്കെ, നമ്മുടെ സാൻഡ്വിച്ച് റെഡി. ഓക്കെ, അവിടെ അങ്ങനെ നമ്മുടെ വാട്ടർമെലൺ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം ഉള്ളിൽ ചേർക്കണം കേട്ടോ. നല്ല ശുദ്ധമായ തേന് ചേർക്കണം. തേന് പറഞ്ഞാൽ സാധാരണ തേനല്ല കേട്ടാ, നല്ല ചെറുതേനാണ്. കണ്ടട്ടാ, ഇതാ ആ ഒരിക്കുമ്പോൾ തന്നെ അല്ലേ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ മെൽറ്റാൻ തുടങ്ങിയിട്ടാ അല്ലേ? ഇതേ സ്പീഡിലിങ്ങനെ ചേർക്കണം. ഇതെന്താ സംഭവം അറിയോ? ഇത് ചെറുതേനാണ് കേട്ടോ. ചെറുതേന പറഞ്ഞാൽ സാധാരണ തേനല്ല, നമ്മുടെ വൻതേനേക്കാളും ഔഷധ ഗുണമുള്ള ചെറുതേനാണിത്. ഇത് നമ്മൾ ശരിക്കും ഞങ്ങൾ കാസർഗോഡ് പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ തന്നെ പോയി
ശേഖരിച്ചൊരു സാധനമുണ്ടാ. നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ വാങ്ങണ ഒരു തേനാണ് ഈ ചെറുതേൻ. ചെറുതേനെ കുറിച്ച് പറയാനുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ചെറുതേന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പോയി കളക്ട് ചെയ്തൊരു ഒരു എന്താ പറയുക, ഒരു കുടുംബത്തിൻ്റെ ഒരു സംരംഭമാണത്, ഒരു വീട്ടുകാരുടെ സംരംഭമാണത്. ഞങ്ങൾ തന്നെ കളക്ട് ചെയ്ത് ഞങ്ങൾ തന്നെ എടുത്താണ്. അതേപോലെ തന്നെ അവരുടെ അടുത്ത് നമ്മൾ സ്ഥിരമായി നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അല്ലേ ഈ ചെറുതേൻ. എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെറുതേൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുക്കാം. അതിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുതേൻ കിട്ടും. അതുപോലെ തന്നെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത പോലെ അല്ലേ, ഒരു കുടുംബത്തിലെ ഒരു ചേച്ചിയും ചേട്ടനും ആ മക്കളും കൂടിയിട്ടാണ് ചെറുതേൻ കൃഷി ചെയ്യുന്നത്. ഏകദേശം കുറേ പെട്ടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചെറുതേൻ ശേഖരിക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇവർ തേനെടുത്ത് തരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി തേനാണ്. നിങ്ങൾക്ക് ചെറുതേൻ വാങ്ങി കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ അത് വാങ്ങി കഴിച്ചോട്ടാ. ഇച്ചിരി കൂടെ തേൻ ഒഴിക്കാം അല്ലേ. ഇത് ഭയങ്കര സംഭവട്ടാ. ആ തേനിൻ്റെ മധുരവും ആ ചീസിൻ്റെ ടേസ്റ്റും പിന്നെ വാട്ടർമെലിനൊരു മധുരം ഉണ്ടല്ലോ, ഇതൊരു രക്ഷയുടെ സാധനം. ഏട്ടാ അടിപൊളി വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടില്ല. അതെ, വെറൈറ്റി പറഞ്ഞാൽ വേറെ സാധനം കേട്ടാ. ആ ചീസിൻ്റെ ആ ടേസ്റ്റും തേനും കൂടി ഒരു രക്ഷയില്ല. ചെറുതേൻ്റെ ടേസ്റ്റാണോ എന്താ പറയില്ല, ഭയങ്കര സംഭവട്ടാ. ഒരു രക്ഷയില്ല, അവിടെ ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ഇനി വേണമെങ്കിൽ അല്ലേ കുറച്ച് തക്കാളി പിടിക്കട്ടെ. സാൻഡ്വിച്ചിന് വേണമെങ്കിൽ കുറച്ച് തക്കാളി, ക്യാരറ്റ്, ചെറിയ കഷ്ണം കുക്കുംബർ ഇതൊക്കെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ആക്കിയാൽ നല്ല ഒന്നാം തരം സാൻഡ്വിച്ചായി. ഇത് രക്ഷയില്ല, വെറുതെ പറയുന്നത്. നിങ്ങൾ ഉണ്ടായി കഴിച്ചാലും അറിയും. ആ ശരിക്കും പറഞ്ഞാൽ തക്കാളി കുക്കുംബറൊന്നും വേണ്ടട്ടാ. പക്ഷെ തക്കാളി കൂടെ വെച്ച് നോക്കട്ടെ. തക്കാളി എടുത്തില്ല, അതൊന്നും വേണ്ട. നമ്മൾ ചീസും ഇതന്നെ മതി. അടിപൊളി. തണ്ണിമത്തം എത്ര ആസ്വദിച്ച് കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിലും കുറിച്ച് കുറച്ച് നേരം കഴിക്കും അല്ലേ. ഇത് മധുരം പഞ്ചസാരയുടെ പരിപാടിയിലേട്ടാ, ഞങ്ങൾ മുഴുവൻ തേനിലേക്ക് മാറ്റി. ഇതാ കാണാട്ടാ കാണാട്ടാ കാട്ടി കാട്ടി കാട്ടി. അപ്പോൾ ഇതിങ്ങനെ കരക്കിട്ട് പഞ്ചസാരക്ക് പകരട്ടാ. നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പഞ്ചസാരക്ക് പകരം നമുക്ക് മോനെ. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി പരീക്ഷിച്ച് കേട്ടാ സാധനം സംഭവം ഒരു രക്ഷയില്ല. അതിന് വാട്ടർമെലൻ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ചീസും മേടിച്ചുകൊണ്ട് കുറച്ച് തേനും മേടിക്കാം. നല്ല തേൻ മേടിക്കട്ടാ, നല്ല ഫ്രഷ് തേൻ മേടിക്കണം. തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം തേൻ കിട്ടും. ഇത് നമ്മൾ പറഞ്ഞില്ല, നമ്മൾ പോയി പിടിച്ച തേനാണത് ശരിക്കും പറഞ്ഞാൽ. തേനിൻ്റെ കൂട്ടും തന്നെ ചെറുതേൻ ചാവണ കുഞ്ഞു തേനിച്ചാണ്. അതും നമ്മൾ ഡയറക്റ്റ് പോയതെടുത്ത് വാങ്ങിച്ചാണ്. ഞാൻ കുറേ കാലം അവർ വാങ്ങുന്നതാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. പോയപ്പോൾ 2-3 കിലോ കൂടി വാങ്ങിയിട്ട് വന്നിട്ടാണ്. അപ്പോൾ എന്തായാലും തേനൊക്കെ ഒഴിച്ച് നിങ്ങൾ സാധനം ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ കുറേ സാധനമുണ്ട്. ഇന്ന് ഞങ്ങൾ ആൾ കുറവാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എക്സാമാണ് അല്ലേ, അതാണ് എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെങ്ങാത്ത് കുറേ ആളുകൾ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കണം എന്ത് അല്ലേ. അപ്പോൾ എളുപ്പം കഴിക്കുക. മൊത്തം തേൻ ഒഴിക്കാം അല്ലേ. ഇത് നമ്മൾ ഇതിൻ്റെ ബാലൻസ് നമ്മൾ ജ്യൂസാക്കി എടുത്താൽ കേട്ടോ. സന്തോഷാണോ? ഫിറോസ്ക നമുക്ക് തണ്ണിമത്തന്റെ സ്പെഷ്യൽ വിഭവം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? കഴിക്കാത്തൊരു സാധനമാണ്. മറ്റേ ചീസും ഇതൊക്കെ വെച്ച് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ചൂടല്ലേ, അപ്പൊ നിങ്ങളുടെ ചൂടൊക്കെ ഒന്ന് തണുത്ത് സന്തോഷമാവാൻ വേണ്ടിട്ടാ. ഇഷ്ടമാണോ? ഒരു ഹായ് പറഞ്ഞെല്ലാരും. ഫിറോസ്കാരൻ ഒരുപാട് ആളുകൾ നിങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഏറ്റവും സന്തോഷമായിട്ടിരിക്കാനും എല്ലാം നന്നായിട്ട് നടക്കാനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബനിയന്റെ കളറും ഇതിന്റെ കളറും എല്ലാ കളറും ഒക്കെ ഒന്നാണ് അല്ലേ. അപ്പൊ ഏറ്റവും സന്തോഷമായിട്ട് കഴിക്കുക കേട്ടോ. ചേട്ടാ
അപ്പൊ നമ്മൾ എപ്പോഴും വരുന്ന നമ്മുടെ ഓർഫനേജ് തന്നെയാണ്, പോളി ഗാർഡൻ ഓർഫനേജ് ആണ്. ഇവിടെ ഒരു 100-150ഓളം വരുന്ന ചെറിയ കുട്ടികൾ, നിങ്ങൾ കാണുമ്പോൾ വലിയ കുട്ടികളെ പോലെ തോന്നും, പക്ഷെ ചെറിയ കുട്ടികളുടെ 2-3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളുടെ ബുദ്ധി ഇവർക്കുള്ളൂ. അപ്പോൾ പലതരം ചെറുപ്പത്തിലെ പലതരം അസുഖം ബാധിച്ച കുട്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലുള്ള ആളുകളെ എന്തെങ്കിലും സഹായിക്കണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ സഹായിക്കാം. അപ്പോൾ ഞങ്ങൾ എന്നും വരുന്ന ഓർഫനേജ് തന്നെയാണ്. അപ്പോൾ ഈ ഓർഫനേജിൻ്റെ പേര് നമ്മൾ കൊടുക്കട്ടെ, പോളി ഗാർഡൻ ഓർഫനേജ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലം കൂട്ടുപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാലക്കാട് ജില്ലയിൽ. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു 100-150 ആളുകളാണ് ഇവർ. അപ്പോൾ ഇവർക്ക് എന്നും ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകണം പറഞ്ഞാൽ കുറേ ഭക്ഷണവും മരുന്നും സാധനങ്ങളും ഒരുപാട് ചിലവുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെയും കൂടി പരിഗണിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓട്ടോമാറ്റിക് വേണം, മാനുവൽ വേണം, ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ഉള്ളത് അല്ലേ? രണ്ട് കാലിൽ പോകാറുണ്ട്. ഓക്കെ കൊണ്ടുവരാം. Bye. Bye.